PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PC ആവർത്തന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? പോളിയോ. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയി പാസ്റ്ററാണ്. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? തിമിരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ്? ശ്വേതരക്താണുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണ്? ഉത്തരം ആഗോളതാപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്? ക്യാൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഉത്തരം കണ. അടുത്തത്, മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്ര? 80. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏതാണ്? ഉത്തരം അലർജി. അടുത്ത ക്വസ്റ്റ്യൻ, ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണമാണ്. അടുത്തത്, സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്ക്. ഒരു സസ്യ ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗിബർലിൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഫംഗസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്തത്, ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റലിക് പ്രഷർ എത്രയാണ്? 120 mmHg ആണ്. അടുത്തത്, ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് രോഗികളുടെയാണ്. അടുത്തത്, ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 ml. എബോളയുടെ രോഗകാരി ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈറസ് ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി ഏതാണ്? ഉത്തരം മലബാർ വെരുകാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏതാണ്? ഇനാമലാണ്. അടുത്തത്, ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? ഏതാണ്? ജീവകം ഡി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ക്ഷയം. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം റിക്കറ്റ്സ്. അടുത്തത്, ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ.
അടുത്തത്, മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീഥെയിൽ മെർക്കുറിയാണ്. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈക്കോളജി. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയാണ്. അടുത്തത്, സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുട്ട. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ഉത്തരം കാഡ്മിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഉത്തരം പാൻക്രിയാസ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കണ്ണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഏതാണ്? ഉത്തരം ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? ഉത്തരം കോളറ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം സസ്യങ്ങൾ. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷണ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് എന്താണ്? ഉത്തരം അന്നജം. ക്ഷയരോഗം പകരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വായുവിലൂടെയാണ്. ക്യൂണികൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തൽ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഉത്തരം സൊമാറ്റോട്രോപിൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? ഉത്തരം കരൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഉത്തരം റിക്കറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം തെങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ, നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മങ്കൊമ്പ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? ഉത്തരം വെള്ളമാണ്. അടുത്തത്, MS സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രമാണ്. നെഫ്രോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ശരിയുത്തരം വൃക്കയാണ്. ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് കാറ്റ്, കാലാവസ്ഥ, പർവ്വതം, മേഖല എന്നുള്ളതിനൊക്കെയാണ്. ഉത്തരം ശരിക്കും നമുക്കറിയാം നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പരക്കുന്ന ഒരു രോഗമാണ് ഏത്? ക്ഷയം. അടുത്തത്, തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരം പച്ചമുളക്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കീടഭോജികളായ സസ്യത്തിൽപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അതുത്തരം കാക്ടസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടുകിടന്ന ഒന്നായിരുന്നു. സമുദ്രത്തിൽ വേർപിരിഞ്ഞ ഈ ഭൂപ്രദേശങ്ങളിലെ ജീവിവർഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പക്ഷി. ഏത് പക്ഷിയാണെന്നാണ് ചോദ്യം. മാക്കാച്ചിക്കാട. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, 5 വർഷം കൂടി ജീവിത കാലയളവ് നീട്ടിക്കിട്ടി എന്ന അവകാശത്തോടെ ലോകത്ത് ആദ്യമായി കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ നടന്നു. ഇതെവിടെയാണ്? ഉത്തരം ഫ്രാൻസ്. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ്? അതാണ് സിക്കിൾ സെൽ അനീമിയ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ഈ രോഗത്തെ തടയാം. ഉത്തരം അനീമിയ. പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം കോസ്മോളജിയാണ്. പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി. അടുത്ത ക്വസ്റ്റ്യൻ, BCG കുത്തിവയ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ്? ഉത്തരം ക്ഷയം.
അടുത്തത് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ നോർമൻ ബോർലോഗാണ്. ലോക ഹരിത വിപ്ലവത്തിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. അടുത്തത് കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം നായ. അടുത്തത് കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം അൾഷിമേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം ഏതാണ്? നമുക്ക് ഓപ്ഷൻ തന്നതിൽ ഒന്നും ആൻസർ ഇല്ല. ശരിയുത്തരം ആന്തോസയാനിൻ ആണ്. അടുത്തത് ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമുക്കത് ഓപ്ഷൻ വായിക്കാം. ഡിഫ്തീരിയ, ടൈഫോയിഡ്, ന്യൂമോണിയ, ചിക്കൻ ബോക്സ്. അപ്പോൾ ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ ബോക്സ്. അടുത്തത് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെ.സി. ബോസ് ആണ്. അടുത്തത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം സി ആണ്. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ന്യൂമോണിയ, മന്ത്, ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വിറ്റാമിൻ B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ബെറിബെറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്? ഉത്തരം ക്ഷയം. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഉത്തരം ഫീമറാണ്. അടുത്തത് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ്? ഓഡന്റോളജിയാണ്. ഓഡന്റോളജി. അടുത്തത് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം ചിലന്തിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതാണ്? ഉത്തരം ഗോറില്ലയാണ്. സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഷഡ്പദം. ABO രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾലാൻഡ് സ്റ്റെയ്നർ ആണ്. അടുത്തത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ്? ഉത്തരം റൈബോസോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം അസ്കോർബിക് ആസിഡ് ആണ്. പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മത്സ്യകൃഷിയാണ്. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് സാബിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഏതിലൂടെയാണ്? രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ്. ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹൈപ്പനോളജി. അടുത്തത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏഡിസ് ഈജിപ്തി. അടുത്തത് ആന്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ്? അമോക്സിലിൻ. പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഫൈറ്റോക്രോമാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB രക്തഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അടുത്തത് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം എന്താണ്? യൂറോക്രോമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര എന്നുള്ളതാണ്? 5 ലിറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മീന്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏതാണ്? ഉത്തരം യൂക്കാലിപ്റ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? ഉത്തരം സർബതി സൊണോറ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏതാണ്? ഉത്തരം സുനന്ദിനി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ഉത്തരം ഭ്രാന്തി പശുരോഗം. അടുത്തത്, BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം എന്താണ്? ബേസിലസ് തുറിൻജിയൻസിസ്. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ്? ഉത്തരം പെഡോളജി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ റേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഉത്തരം ചുവന്ന രക്താണുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഉത്തരം ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്. അടുത്തത്, ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഹരിതസസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഫിറമോൺ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അന്ന് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.